ഹായ് പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തകരെ കാണുമ്പോൾ വളരെയേറെ സന്തോഷമാണ്. വചനം പറയുക മാത്രം ചെയ്യുന്ന, അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത, പാവപ്പെട്ടവനെ ആരെയും പരിഗണിക്കാത്ത പലരോടുമുള്ളൊരു അവജ്ഞ നമുക്ക് പൊതുവെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരൊരു പുണ്യം കാണുകയും അതൊരു നന്മമരമായി കണ്ട് നമുക്ക് മാതൃകയാക്കാനൊക്കെ തോന്നും. ഫിലോക്കാലിയ മാരിയയുടെയും ജിജിയുടെയും ജീവിതം ഒക്കെ ചർച്ചയാവുന്ന ഈ നാളുകളിൽ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെയേറെ ചർച്ചയാവുന്നതാണ്. പലപ്പോഴും പല വചനപ്രഭാഷകർക്കും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് വലിയ മാതൃകയെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു നന്മവശം, അനേകർക്ക് ഗുണം കിട്ടുന്ന നന്മവശമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകർ ഇത് മാതൃകയാക്കാവുന്നതാണോ എന്ന് ചിന്തിക്കണം. പരസ്നേഹ പ്രവൃത്തികൾ ഇല്ലാതെ സ്വാർത്ഥമതികളായി പ്രാർത്ഥിച്ച് പുണ്യം നേടി സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെയേറെ പ്രസക്തമാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത് ആവശ്യമാണ്. പക്ഷേ അതിൽ രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് മൈൻഡോട് കൂടി, പ്രത്യക്ഷത്തിൽ യാതൊരു അപാകതയും തോന്നാതെ അവനവൻ്റെ ഉള്ളിൽ ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യാൻ കഴിയും. ഈ സൽപ്രവൃത്തികൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ അവർ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണോ, ദൈവിക പ്രേരണയിലാണോ, അതോ ലോകത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയോ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആണോ എന്ന് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഇപ്പം നന്മമരങ്ങളെ നാം കാണുന്ന നിരവധി പേരുണ്ട്. ബോബി ചെമ്മണ്ണൂരും അതുപോലെ നിരവധി പേരും ഒത്തിരിയേറെ പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനും കാണാറുണ്ട്. ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം കുറേ കാലം പ്രവർത്തിച്ചതാണ് മാരിയോയും ജിജിയുമൊക്കെ. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക ഇവരിലേക്ക് പകരപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ബോബിയുടെയും മാരിയോയുടെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവരിവിടെ ആർക്കെങ്കിലും സഹായം ലഭിക്കുന്നത് തടയാൻ ഞാൻ പറയുകയല്ല, അത് ലഭിക്കട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ സുവിശേഷ പ്രവർത്തകർ ഇതിനെ വേണ്ട വിധം വിലയിരുത്തിയിട്ട് ഒരു സുവിശേഷ പ്രവർത്തകൻ, ആത്മീയ മനുഷ്യൻ എങ്ങനെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ഒരു വിലയിരുത്തൽ നമുക്ക് വേണം. ആരെ ആ കാര്യത്തിൽ മാതൃകയാക്കണം, ആരെ മാതൃകയാക്കരുത് എന്ന് ഒന്ന് വേറിട്ട് നോക്കാനുണ്ട്. ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന്, ഫിലോക്കാലിയ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് മുമ്പ് ചാലക്കുടി ഭാഗത്ത് പ്ലാസ്റ്റിക്കൊക്കെ മേഞ്ഞ് വീടില്ലാതെ കിടന്ന ഒരു കുടുംബത്തെക്കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നതും അവർക്ക് വീട് പണിത് കൊടുക്കാം എന്ന് പറഞ്ഞതാണ് ആദ്യത്തേത്. പത്രത്തിലെ വാർത്ത ഒന്ന് അറിഞ്ഞ ശേഷമാണ് വീട് കൊടുക്കുന്നത്. അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തിട്ട് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തതും പത്രത്തിലും ടി വിയിലുമൊക്കെ നിറഞ്ഞുവന്ന വാർത്തയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അനേകർ ചെയ്യുന്നൊരു കാര്യമാണ്, ടി വിയിലോ പത്രത്തിലോ ഒക്കെ എന്തെങ്കിലും വാർത്ത വന്ന് കേട്ടറിഞ്ഞാൽ, വളരെ ദയനീയമായ സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിയാൽ അവർ പെട്ടെന്ന് തന്നെ അവിടെ പാഞ്ഞു ചെന്ന് വേണ്ട സഹായം ചെയ്യും. അതൊരു നന്മ പ്രവൃത്തി, നല്ലത് തന്നെ. പക്ഷെ മറ്റൊന്നുണ്ട്, പത്രങ്ങളിലോ ടി വിയിലോ വരാത്ത വളരെ ദുരവസ്ഥയുള്ളൊരു മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ടും ഒന്നും സഹായിക്കാൻ തയ്യാറില്ല എന്ന് വരുമ്പോൾ, ഇങ്ങനെ ചാനൽ വഴിയും പത്രം വഴിയൊക്കെ വിവരം പുറത്തറിഞ്ഞ കാര്യത്തിൽ മാത്രം സഹായിക്കുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്ര വശം എന്താണ്? സ്വാഭാവികമായി നമുക്കറിയാം, അവിടെ ഒരു വീട് പണിത് കൊടുത്താൽ ഏത് പത്രത്തിൽ ഏത് ചാനലിൽ വാർത്ത വന്നുവോ അവർ തന്നെ ഉടനെ തന്നെ വാർത്ത കൊടുക്കും. തങ്ങൾ വാർത്ത കൊടുത്ത് ശ്രദ്ധപ്പെട്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് വരുത്താൻ ആ ചാനലിന്, പത്രത്തിന് റീച്ച് കിട്ടാൻ വേണ്ടി അവർ തന്നെ വലുപ്പത്തിൽ വാർത്ത കൊടുക്കും. ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു, അവർക്കിതാ വീട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ചാനലുകാർക്കും പേരായി, ഒപ്പം ചാരിറ്റി ചെയ്യുന്നവർക്കും പേരായി. അപ്പോൾ ഒരു വീട് കൊടുത്താൽ 9 വീടിനുള്ള കാശ് വരും. ആ 9 പേർക്ക് വീട് കൊടുത്താൽ 90 വീടിനുള്ള കാശ് വരും. ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ മാതൃകയാക്കരുത്. പനിയുണ്ടോ ഇല്ലയോ എന്ന് തെർമോമീറ്റർ വെച്ച് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞ പോലെ പാവങ്ങളുടെ സ്നേഹത്തിൻ്റെ തീവ്രത അളക്കാൻ പല ഘടകങ്ങളുണ്ട്. ഇവിടെ അനാഥരായി തെരുവിലയിലുന്ന അനേകർക്ക് വേണ്ടി 96-97 കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം ചില പ്രസ്ഥാനങ്ങളൊക്കെ മുൻകൈയെടുത്ത് നിരവധി കരിസ്മാറ്റിക്കാർ ഒത്തിരി പേര് സഹകരിച്ച് അവർക്ക് വേണ്ടി അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു, ഒരു തരംഗം പോലെ ഉണ്ടായിരുന്നു. മാരിയോ അതിനോട് സഹകരിച്ചിട്ടില്ല. ചാലക്കുടി, അങ്കമാലി, എറണാകുളം, തൃശ്ശൂർ പ്രദേശത്തും കോഴിക്കോട്, കണ്ണൂർ പ്രദേശത്തുമൊക്കെ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഞാനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളാണ്. മാരിയോ അതിനോട് സഹകരിച്ചിട്ടില്ല. ഈ കാര്യത്തോട് പരിപൂർണമായി മുഖം തിരിച്ച ആളാണ്. അപ്പോൾ ആ തരത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത് വീടുകളെ കുറിച്ച് ഞാൻ പറയാം. വീടുകളും മറ്റും കൊടുക്കുന്നതിന് മുൻഗണനാക്രമം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിരവധി പ്രദേശങ്ങളിലുള്ളവർ അഭയമില്ലാതെ അടിഞ്ഞുകൂടാറുണ്ട്. ഒരാഴ്ച ധ്യാനത്തിന് വരുന്നത് ധ്യാനം കൂടാനെന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാനും ഒരാഴ്ച ഉറങ്ങാനും പറ്റിയ സ്ഥലം എന്ന് കരുതി വരുന്നവരുണ്ട്. കുടുംബസമേതം വലിയ പ്രശ്നങ്ങളകപ്പെട്ട് ജപ്തി ചെയ്യപ്പെട്ടും പലതരത്തിലെല്ലാം തകർന്ന് നാട് വിട്ട് വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വാടക വീടിൽ ഒഴിപ്പിച്ചവർ എത്തുന്നത് ഉൾപ്പെടെ നിരവധി പേര് ധ്യാനം കൂടാൻ കുറച്ച് ദിവസം വരികയും പിന്നെ അടുപ്പിച്ചിട്ട് 3-4 ധ്യാനം കൂടുകയും ചെയ്ത് അച്ഛന്മാരെ സങ്കടം കണ്ടിട്ട് അവിടെ താമസിച്ചോളാൻ പറയുന്നു. താൽക്കാലികമായി അവരവിടെ താമസിക്കുന്നു, പ്രേക്ഷിതരായി ശുശ്രൂഷ ചെയ്യുന്നു എന്നത് മാത്രമാണ്. അങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾക്ക് വീടുകൾ ആവശ്യമായിരിക്കെ അങ്ങനെയുള്ളവർക്കൊന്നും വീട് കൊടുത്തിട്ടില്ല. ഇവരുടെ ഫിലോക്കാലിയുടെ മൂക്കിന് താഴെയാണ്. അങ്ങനെയുള്ളവർക്കൊന്നും വീട് കൊടുത്തിട്ടില്ല. കാരണം അതൊന്നും പത്രത്തിൽ വരില്ല, ടി വിയിൽ വരില്ല.
പത്രങ്ങളിലൂടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റിയവർക്കാവുമ്പോൾ ചെയ്യുന്നവർക്കും ഒരു ഗമയുണ്ട്. തെരുവിൽ അഭയമില്ലാതെ അലയുന്നവർക്ക് വേണ്ടിയൊക്കെ ഒത്തിരി അഭയകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അഭയകേന്ദ്രങ്ങളിൽ ഒരു കെട്ടിടം പണിത് കിട്ടാൻ വേണ്ടിയിട്ട് പല നന്മമരങ്ങളെ സമീപിച്ച് വളരെ നിരാശരായി മടങ്ങിയവരുണ്ട്. ആരും അഭയത്തില്ലാത്ത 70 വയസ്സായ ഒരു വൃദ്ധയുടെ ദുരവസ്ഥ സഹതാപപൂർവ്വം ചാനലുകളിൽ കണ്ട് ഒരു ഭവനം പണിത് കൊടുക്കുന്നു. 1-2 കൊല്ലത്തിനുള്ളിൽ സ്വയം കഞ്ഞി വെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരു അഭയകേന്ദ്രത്തിൽ എത്തേണ്ടിയും വരുന്നു. അപ്പോൾ ആ വീട് കൊണ്ട് അവർ പ്രയോജനമില്ലാതെ വരുന്നു. ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുത്താൽ 4, 5, 6 പേർക്ക് വേണ്ടിയാണ് ആ വീട് പ്രയോജനപ്പെടുക എന്ന് മനസ്സിലാക്കണം. കെട്ടിടമില്ലാത്തത് കൊണ്ട് അനാഥരെ സ്വീകരിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടി കഴിയുന്ന ഒരു അഭയകേന്ദ്രത്തിന് കെട്ടിടം പണിത് കൊടുത്താൽ ഒരു മുറിയിൽ 2 തൊട്ടുള്ള 2 കട്ടിലുകൾ ഇട്ട് 4 പേർക്ക് കിടക്കാമെങ്കിൽ 4 16 പേർക്ക് ഒരു ചെറിയ വീടിൻ്റെ ഏരിയയിലുള്ള കെട്ടിടം പണിതാൽ 16 പേർക്ക് വസിക്കാൻ കഴിയും. അപ്പോൾ 4 പേർക്ക് കൊടുക്കുന്നതിനേക്കാൾ 4 ഇരട്ടി സഹായമാകും ഒരു അഭയകേന്ദ്രത്തിൽ ഒരു കെട്ടിടം പണിത് കൊടുത്താൽ. അങ്ങനെയുള്ള ആർക്കും കെട്ടിടം പണിത് കൊടുത്തിട്ടില്ല. അവരെ സമീപിച്ച് ചിലർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതും എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം അതൊന്നും പത്രത്തിൽ വരികയില്ല. ഇവിടെ കണക്കെല്ലാം കൃത്യമായി നോക്കി ഒരു തട്ടിപ്പുമില്ലാതെ ചെയ്താൽ പോലും അങ്ങനെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് സുവിശേഷാത്മകമല്ല, ആത്മീയമല്ല. ഒരു പ്രേക്ഷിത പ്രവർത്തകർക്കും ഒരു സുവിശേഷ പ്രവർത്തകർക്കും മാതൃകയാക്കാവുന്നതല്ല അത്. അവനും അവൻ്റെ ദൈവവും അറിയുന്ന സൽപ്രവൃത്തികൾ അത് പരസ്യമാവുകയോ ആൾക്കാർ അറിയുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അത് മറ്റൊരു കാര്യം. ലക്ഷ്യം ഒരിക്കലും തന്ത്രപരമായിരിക്കരുത്. ചൂരൽമലയെ വീട് വെച്ച് കൊടുക്കുന്നത്, ആദിവാസികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്, മറ്റാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും ആദിവാസികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് പറയുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും അധസ്ഥിതരായവരോട് കാണിക്കുന്ന കാരുണ്യം എന്ന പേരിൽ കൂടുതൽ സഹായം വരും. രണ്ടാമത് ചൂരൽമല എന്ന് ഓർക്കണം. ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിന് 1 കോടി ചെലവഴിക്കാൻ മാത്രം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കിടപ്പുണ്ട്. സർക്കാർ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കും. അത് നീണ്ടുപോകുന്നു എന്ന മറ്റൊരു കാര്യം. ക്രിസ്തീയ ലേബലിലല്ലാത്ത നിരവധി സംഘടനകൾ സന്മനസ്സോടുകൂടി വീട് വെക്കാൻ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വീട് വെച്ച് കൊടുക്കാൻ പലരും മത്സരമാണെന്ന് ഓർക്കണം. അങ്ങനെ മത്സരിക്കുന്നിടത്ത് ഇടിച്ചു കയറി ചെന്ന് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ലഭിക്കുന്നവർക്ക് കാരുണ്യം ലഭിക്കട്ടെ, നല്ല കാര്യം. എങ്കിലും ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് കണ്ണീരണിഞ്ഞ അനേകർ ഒത്തിരിയേറെ ഈ ട്രസ്റ്റിലേക്ക് കാശ് കൊടുക്കും. പത്രവാർത്തകളിലൊന്നും പതിയാത്ത എത്ര പേർക്ക് ഈ ഫിലോക്കാലിയ വീട് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ദൈവിക വശവും മാനുഷിക വശവും നമുക്ക് വേർതിരിച്ചൊന്ന് കാണാൻ കഴിയും. ബോബി ചെമ്മണ്ണൂരിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ, ബോബിയുടെയും മാരിയോയുടെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്താണ്? ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകർ ഇത് മാതൃകയാക്കാവുന്നതാണോ എന്ന് ചിന്തിക്കണം. ഞാനീ പറഞ്ഞ ആശയത്തിൽ പലർക്കും വിയോജിപ്പുണ്ടാകാം. ഞാനൊരു പൊതു മാതൃക എന്ന നിലയിൽ ഏത് തരത്തിലുള്ള ചാരിറ്റിയാണ് മാതൃകയാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എൻ്റെ ധാരണയിൽ പറഞ്ഞതാണ്. എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.